ഞാൻ ഇന്ന് റുവലിൻ്റെ ഭക്ഷണ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കാറുള്ള ചില കാര്യങ്ങളൊന്ന് പറയാവേ. ഒന്നാമത്തെ കാര്യം, ഞാൻ റുവലിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഒന്നും തന്നെ ഇവിടെ ഉണ്ടാക്കാറില്ല കേട്ടോ. അവനെ 1 വയസ്സ് മുതൽ കംപ്ലീറ്റ് ആയിട്ട് ഫാമിലി പോട്ടായിട്ടാണ് ശീലിപ്പിച്ചേക്കുന്നത്. അപ്പം അതുകൊണ്ട് വീട്ടിലുണ്ടാക്കുന്ന എന്ത് സാധനവും കൊടുക്കും. കറിയൊന്നും കഴുകി കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ലേ. ഞങ്ങൾ പൊതുവേ അധികം എരിവ് ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ അവനെയും കൂടെ പരിഗണിച്ച് കറിയൊക്കെ ഇച്ചിരി എരിവ് കുറച്ചാണ് വെക്കുന്നത്. ഞാൻ 5 നേരമാണ് അവന് ഭക്ഷണം കൊടുക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിലുണ്ടാക്കുന്നത്, എല്ലാവർക്കും ഉണ്ടാക്കുന്ന എന്താണോ അത് തന്നെ. ദോശ, അപ്പം, ഇടിയപ്പം, പുട്ട്, ഗോതമ്പ് ദോശ അല്ലെങ്കിൽ ഉപ്പുമാവ്, ഇതിലേതെങ്കിലും ഒന്നായിരിക്കുവേ. പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പം റാഗിയോ അമൃതം പൊടിയോ വെച്ച് കുറുക്കുണ്ടാക്കും. അതല്ലെങ്കിൽ പാൻ കേക്കോ മുട്ട പുഴുങ്ങിയതോ അങ്ങനെ എന്തെങ്കിലും ഒന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയം മാത്രമേ ഞാൻ അവന് വേണ്ടി മാത്രമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാറുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ചോറ്, എന്തെങ്കിലും ഒരു പച്ചക്കറി, മീനോ മുട്ടയോ ഇറച്ചിയോ ഏതെങ്കിലും ഒന്ന് വീട്ടിലുള്ളത് എന്നാന്ന് വെച്ചാൽ അത്, തൈര് അല്ലെങ്കിൽ തൈര് ചേർത്ത എന്തെങ്കിലും ഒരു കറി. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നുറുക്ക് ഗോതമ്പോ റാഗിയോ വെച്ച് ചിലപ്പോൾ പായസം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങിയത്, കൊഴുക്കട്ട, ഇലയട, അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സാധനം. പിന്നെ അത്താഴം, ചോറ്, കറി. ഞാൻ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം ഇതാണ്: പരിപ്പ്, ചെറുപയർ, കടല, വൻപയർ, ഉഴുന്ന്, ഇതിലേതെങ്കിലും ഒരു ധാന്യം ദിവസവും ഒരു കുറച്ചെങ്കിലും അവന് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. പിന്നെ ഏത്തപ്പഴം, മുട്ട, തൈര്, ഇത് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു രീതിയിൽ ഇത്തിരി എങ്കിലും കഴിപ്പിക്കും കേട്ടോ. കഴിച്ചില്ലെങ്കിൽ പകരം വേറെ ഉണ്ടാക്കുന്ന പരിപാടിയൊന്നുമില്ല. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ വിശക്കുമ്പോൾ തന്നെ വന്ന് കഴിച്ചോളൂ. ഫുഡിൻ്റെ തരം മാത്രമാണ് എൻ്റെ ചോയ്സ്. കഴിക്കുന്ന അളവ് കംപ്ലീറ്റ്ലി അവൻ്റെ ചോയ്സാണ് കേട്ടോ.